لما رأيت أنواره سطعت وضعت من خيفتي كفي على بصري خوفا على بصري من حسن صورته فلست أنظره إلا على قدري روح من النور في جسم من القمر كحليات نسجت من الأنجم الزهري. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരങ്ങളെ, പരമകാരുണികനായ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന, നിരീക്ഷിക്കുന്ന, എഴുതിവെക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് തുടക്കത്തിൽ എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ദൈനംദിനം വാർത്താ മാധ്യമങ്ങളിലൂടെയും പത്രത്താളുകളിലൂടെയും ആധുനിക ലോകത്തെ നാം ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച വ്യാപകമായി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷങ്ങളെയാണ്. വ്യവസ്ഥാപിതമായ, കൃത്യമായ
നിയമങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു കുടുംബജീവിതം ലഭിക്കാത്തതിൻ്റെ പേരിൽ യൂറോപ്യൻ നാടുകളിലും എന്തിനേറെ നമ്മുടെ നാടുകളിൽ പോലും മനുഷ്യർ സമാധാനം കിട്ടാതെ അലയുകയും ലഹരിയിലേക്കും അനർഹമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലേക്കും ആളുകൾ പോകുന്നത് സാമൂഹികമായ അന്തരീക്ഷത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്, വർത്തമാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതും നിഷേധിക്കാൻ കഴിയാത്ത വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണമായിട്ടുള്ള പലതും നമ്മുടെ കുടുംബങ്ങളിൽ പോലും നമ്മൾ അറിയാതെ കടന്നു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധമായി കൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഈ മിമ്പറിൻ്റെ ചുവട്ടിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒന്നുകിൽ ഒരു മകനാണ്, അല്ലെങ്കിൽ ഒരു പിതാവാണ്, ഭർത്താവാണ്, സഹോദരനാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ കുടുംബ മേഖലയിൽ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇസ്ലാമികമായ കുടുംബാന്തരീക്ഷം ഏറ്റവും മനോഹരമായി വാർത്തെടുക്കുവാൻ അനിവാര്യമായ നിയമങ്ങളെന്ത്, നിർദ്ദേശങ്ങളെന്ത് എന്നറിയൽ, പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഒരുപാട് വേദനകൾ നിറഞ്ഞ വർത്തമാനങ്ങളും കാഴ്ചകളും കാണുന്നുണ്ട്. മക്കളുടെ പിന്നാലെ ചെന്ന് മക്കളെ വിളിച്ചുകൊണ്ട് കരയുന്ന പിതാക്കന്മാരുടെ അവർ അർഹതയില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ ചെല്ലുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ വിവാഹത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നല്ലൊരു ജീവിതം അവർക്ക് കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആരോ തട്ടിയെടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ജീവിതം അവസാനിക്കുന്ന കാഴ്ച, സ്വന്തം മക്കളുടെ കാഴ്ച ആ ബാപ്പയും ഉമ്മയും കാണേണ്ടി വരുന്ന ദാരുണമായ അന്ത്യം. മക്കൾ ലഹരിയിലേക്ക് പിന്നാലെ ചെന്ന്, ആ ലഹരിയുടെ പിന്നാലെ ചെന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെയായി അതിന് അഡിക്ഷൻ സംഭവിച്ച് അവർ ജീവിതത്തിലേക്ക് തിന്മകളുടെ ലോകത്ത് വഴുതി വീഴുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ, ഒന്നും പറയാൻ കഴിയാതെ അത് നോക്കി നിൽക്കേണ്ടി വരുന്ന ദാരുണമായ അവസ്ഥ നമ്മളിൽ എത്ര മാതാപിതാക്കൾക്കാണുള്ളത്? ആലോചിച്ച് നോക്കൂ. ഈ നാട്ടിൽ എത്രയെത്ര ആളുകൾ ആ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ഒരു ദുരന്തം വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയുന്ന വിഷയമാണ് പറയുന്നത്, പക്ഷേ ജീവിതത്തിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കുടുംബമെന്ന സംവിധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ മനുഷ്യരിലും ജിന്നുകളിലുമല്ലാതെ മറ്റൊരു വിഭാഗത്തിലും ആ സംവിധാനം ചെയ്തു വച്ചിട്ടില്ല. നമുക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ജിന്നു വർഗത്തിൽ മാത്രമാണ് കുടുംബമെന്ന ആ സംവിധാനത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടലാണ്. മൃഗങ്ങളിലോ പക്ഷികളിലോ ഒരു കുടുംബാസൂത്രണ രൂപത്തിലുള്ള ജീവിത ക്രമങ്ങളും വ്യവസ്ഥകളും ഇല്ല. മനുഷ്യരിൽ മാത്രമാണ് അതുള്ളത്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനും ആക്കുകയും ചെയ്തിരിക്കുന്നത്. വകാന റബ്ബുക ഖദീറാ, നിന്റെ രക്ഷിതാവ് എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അങ്ങനെ ഒരു സംവിധാനത്തെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അഥവാ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അല്ലാഹു കുടുംബമെന്ന സംവിധാനം നമ്മളിൽ തീർത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ ഒരു കുടുംബ ജീവിതം മനുഷ്യനില്ലെങ്കിൽ അവൻ മൃഗതുല്യമാണ്. അവൻ്റെ ജീവിതം ഒരിക്കലും ഒരു മനുഷ്യന് ഒരു കുടുംബമായിട്ടല്ലാതെ ഏതെങ്കിലും നിലക്ക് അവന് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുടുംബാന്തരീക്ഷത്തെ തകർത്തു കളഞ്ഞാൽ ഒരു സമൂഹം നശിക്കും. ആ സമൂഹം നശിക്കുന്നതിലൂടെ നാട് നശിക്കും, അതിലൂടെ ആ രാജ്യം നശിക്കും. അങ്ങനെ ലോകത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ നശിക്കുന്ന അവസ്ഥയൊരുങ്ങി വരിക തന്നെ ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ പിശാച് കുടുംബജീവിതങ്ങളെ തകർക്കുവാനായി
അവൻ എല്ലാ ദിവസവും കുടുംബങ്ങളിലേക്ക് വരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയ ഒരു ഭാഗം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കടലിൻ്റെ അങ്ങകലങ്ങളിൽ പിശാചുക്കൾ ഒരുമിച്ചുകൂടി എല്ലാ മനുഷ്യരെയും പിഴപ്പിക്കുവാനായിട്ടുള്ള നിയമങ്ങൾ നൽകിക്കൊണ്ട് ഇബ്ലീസ് പറഞ്ഞയക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പണിയെടുത്തതിന് അവിടെ അതാ പിശാചുക്കൾക്ക് സമ്മാനം ലഭിക്കുന്നത്, പ്രോത്സാഹനം ലഭിക്കുന്നത് എന്തിനാണ്? കുടുംബജീവിതങ്ങളിലേക്ക്, ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവർക്കിടയിൽ ഫിത്നകൾ ഇളക്കിവിട്ട്, കുഴപ്പങ്ങൾ ഇളക്കിവിട്ട് ആ കുടുംബാന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയൊരുക്കിയെടുക്കുക എന്നതാണ് പിശാചി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരിക്കലും അവരെ ശിർക്ക് ചെയ്യിപ്പിക്കുക എന്നതിലേക്കല്ല പൊതുവായ അവസ്ഥയിൽ. അവൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടി അതാണ്. പക്ഷെ വ്യാപകമായി മനുഷ്യർക്കിടയിൽ അവൻ ഇളക്കിവിടുന്ന കുഴപ്പമാണ് കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുക എന്നത്. എവിടെയാണ് ഒരു കുടുംബം തുടങ്ങുന്നത്? ഒരു ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, പിന്നെ അവരുടെ മക്കളിലൂടെ, അവരുടെ മാതാപിതാക്കൾ അവരായി മാറുന്നു. അവിടെ ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വന്ന് കുഴപ്പമിളക്കി വിടുന്ന പ്രവർത്തനമാണ് പിശാച് ഏറെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മാരണം ചെയ്യുന്ന, സിഹിർ ചെയ്യുന്നവരെ അവരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി ആ മാരണം കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്? കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുക, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കുക. സൂറത്ത് ബഖറയിൽ അല്ലാഹു പറയുന്നു 102-ാമത്തെ വചനത്തിൽ, فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ. അങ്ങനെ അവരിൽ നിന്നതാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലേക്ക് ഭിന്നതയുണ്ടാക്കുവാൻ തന്ത്രങ്ങൾ പഠിക്കുകയാണ്. സിഹ്ർ കൊണ്ടുള്ള പഠനത്തിൻ്റെ പിന്നിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി അതിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ആ മാരണം കൊണ്ട് ലോകത്താദ്യമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിശാചിനറിയാം എവിടെ കളിച്ചാലാണ് മനുഷ്യൻ്റെ ജീവിതം താറുമാറാകുന്നത്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സുഖകരമല്ലാത്ത ജീവിതം ആ മക്കളെ ബാധിക്കും. ആ മക്കളിലൂടെ ആ കുടുംബത്തെ മൊത്തത്തിലത് ബാധിക്കും. ഭാവി ജീവിതം നഷ്ടപ്പെടുന്ന മക്കൾ വളർന്നു വരും. ധാർമ്മിക ബോധമില്ലാത്ത മക്കൾ വളർന്നു വരും. അങ്ങനെ വലിയൊരു സൊസൈറ്റി തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകുന്നുണ്ട് ഈ പ്രവർത്തനമെന്ന് തിരിച്ചറിഞ്ഞ പിശാച് അതിൻ്റെ പിന്നാലെ കൂടുമ്പോൾ അതിനേക്കാൾ നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബജീവിതമെന്നത് ഗൗരവമുള്ള മേഖലയായി നമ്മെ പഠിപ്പിച്ചു തരികയും കരുതലോടുകൂടിയാകണം ആ മേഖലയിൽ ഇടപെടേണ്ടത് എന്ന് നിരന്തരമായി നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയും ചെയ്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്ന അവസാന സമയങ്ങളിൽ പോലും അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു, ഇത്തഖൂർ റഹീം, ഇത്തഖൂർ റഹീം. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, കുടുംബ ജീവിതത്തെ, ഭാര്യയും ഭർത്താവും മക്കളുമാകുന്ന മാതാപിതാക്കൾ ഉൾക്കൊള്ളുന്ന ആ കുടുംബ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് അവസാന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുമായിരുന്നു. അവിടെയതാ പ്രവാചകന്റെ അവസാന നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, വസിയത്തുകൾ, നിർദ്ദേശങ്ങൾ, നിരന്തരമായ ഉണർത്തലുകളെ പരിശോധിച്ചാൽ ശിർക്കിൽ നിന്നുകൊണ്ട് മോചിപ്പിക്കുന്നതിനാവശ്യമായ സംസാരമായിരുന്നു. എൻ്റെ ഖബറിടത്തെ നിങ്ങൾ ആരാധനാലയമാക്കല്ലേ. മരണത്തിൻ്റെ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീതായിരുന്നു. അതുപോലെ തന്നെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം ശരിയാക്കുന്ന നമസ്കാരത്തെക്കുറിച്ച് അതിശക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തു. പിന്നീട് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധമാണ് കുടുംബ ബന്ധങ്ങൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് അവിടുന്ന് ശക്തമായി താക്കീത് ചെയ്യുകയാണ്. അവസാന സമയത്ത് പോലും വളരെ ഗൗരവമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, കുടുംബജീവിതം അങ്ങനെ ഒരു സംവിധാനം എന്നത് അള്ളാഹു മഹത്തായ നിഅമത്തായി നമുക്ക് നൽകി എന്നാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലൂടെ കടന്നു പോകുമ്പോൾ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും
من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. കല്യാണത്തിൻ്റെ അന്ന് വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ സദസ്സിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ ആയത്ത് നമ്മൾ ഓർക്കുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ, കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കൽ വളരെ കുറവാണ്. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അള്ളാഹു സൃഷ്ടിക്കുകയും എന്നിട്ട് നിങ്ങൾക്കിടയിൽ അതാ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനേകം ദൃഷ്ടാന്തങ്ങൾ ഭൂമി ലോകത്തുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബജീവിതമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിച്ചത് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഒന്നൊഴിഞ്ഞിരുന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് അതിൽ മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ആ ചിന്ത, അങ്ങനെ ഒരു ചിന്ത, കുടുംബജീവിതമാകുന്ന ദൃഷ്ടാന്തത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലാഹുവേ എന്തൊരു അത്ഭുതമാണ് നീ ഇതിലൂടെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞു അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന്. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ദൃഷ്ടാന്തത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ കുടുംബമായി ജീവിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും അവർക്കിടയിലെ സ്നേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമായിട്ടാണ് നമ്മെ അവൻ പഠിപ്പിച്ചു തരുന്നത്. അനുഗ്രഹങ്ങളുടെ അധ്യായം എന്നറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൻ നഹൽ. ആ അധ്യായത്തിൻ്റെ 72 അള്ളാഹു പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി തരികയും നിങ്ങളുടെ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. ഇണകളെ നൽകുക, പുത്രന്മാരെ നൽകുക, പൗത്രന്മാരെ നൽകുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകണം നമ്മൾ. കുടുംബജീവിതമെന്ന ആ ഒരു വ്യവസ്ഥ അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവേ നീ ചെയ്തു തന്ന നിഅമത്തിന് നന്ദിയുള്ളവനാകണം ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇടപെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ആ നന്ദി കാണിക്കലിൽ ഏറ്റവും പ്രധാനമായത് കുടുംബത്തിലെ ഗൃഹനാഥൻ, കുടുംബത്തിലെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ ആ കുടുംബത്തിൻ്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് നന്ദി കാണിക്കലിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഭാവം, ഏറ്റവും പ്രധാനപ്പെട്ട രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്താ? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. വറജുലു റാഇൻ ഫീ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഅയതിഹി. ഒരു പുരുഷൻ, നമ്മളെന്ന വ്യക്തികൾ അതാ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, ഒരു ഭർത്താവെന്ന സ്ഥാനം എനിക്ക് കൃത്യമായി അലങ്കരിക്കുവാൻ, ഒരു പിതാവെന്ന സ്ഥാനം എനിക്ക് കൃത്യമായി അതിനെ കൊണ്ടു നടക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ. അതുപോലെ വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഅയതിഹാ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലെ കൈകാര്യകർത്തൃത്വങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവളാണ്. ഒരു മാതാവെന്ന നിലയിൽ മക്കളുടെ കാര്യം നോക്കേണ്ടവളാണ്. ആ കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവളാണ്. അങ്ങനെ ഉത്തരവാദിത്തം നൽകപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി കുടുംബജീവിതം വെച്ച് പുലർത്തുന്നത് എന്ന് ചിന്തിച്ച് അള്ളാഹുവേ ഇത്ര കാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി, അള്ളാഹുവേ നാളെ എൻ്റെ അടുക്കൽ
നീ ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ എന്തു പറയും അല്ലാഹുവേ എന്നൊന്ന് ആലോചിച്ച് ഒരു ചെറിയൊരു ഭയപ്പാട് ജീവിതത്തിലൂടെ നമുക്ക് കടന്നുപോയിട്ടുണ്ടോ? ഇതൊക്കെ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്, മഹത്തായ നിഅമത്തായിട്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യും എല്ലാ നന്മകളെക്കുറിച്ചും ആ അനുഗ്രഹങ്ങളെക്കുറിച്ചും. അള്ളാഹു പറഞ്ഞു സൂറത്തു തകാസുറിൽ, ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. ആ ദിവസം, പരലോകത്ത് നിൽക്കുന്ന ദിവസം, വിചാരണയ്ക്ക് നിൽക്കുന്ന ദിവസത്തിൽ അതാ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ലൊരു കുടുംബമായി തീരുവാൻ, നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടായിത്തീരുവാൻ പ്രധാനമായും 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അറിയാം, പക്ഷെ ജീവിതത്തിൽ എത്രത്തോളം അതിനെ അറിഞ്ഞുകൊണ്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടവരാണ്. 2 കാര്യങ്ങൾ. ഒന്നാമതായി പ്രവൃത്തിയാണ്, രണ്ടാമതായി പ്രാർത്ഥനയാണ്. എന്താണ് പ്രവൃത്തി? സൂറത്തു തഹരീമിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഈ ആയത്ത് അനേകം വട്ടം നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും ജീവിതത്തിൽ അതിനെ എത്രത്തോളം ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്ന് ഓരോ പിതാക്കന്മാരും, ഓരോ ഭർത്താക്കന്മാരും, ഓരോ മാതാവും, ഓരോ ഭാര്യയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബക്കാരുടെയും ശരീരത്തെ നരകത്തിൽ നിന്ന് കാൽക്കണേ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുക. അതിൻ്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ളവരും അതിശക്തന്മാരും, കാരുണ്യത്തിൻ്റെ അല്പം പോലും ജീവിത മലക്കുകളുടെ ആ മലക്കുകൾക്ക്, കാവൽക്കാരായ നരകത്തിൻ്റെ മലക്കുകൾക്കില്ല കാരുണ്യത്തിൽ നിന്നൊരൽപ്പം പോലും. അങ്ങനെയുള്ള മലക്കുകൾ ആ നരകത്തിന് കാവൽ നിൽക്കുമ്പോൾ ആ നരകത്തിലേക്ക്, കത്തിയാളുന്ന നരകത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രവേശിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക, സൂക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹു പറയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മാതാപിതാക്കളെയും നാം ശ്രദ്ധിക്കണം. ആ നരകത്തിലേക്ക് ചെന്നു വീഴുന്നതിനെ തൊട്ട് എന്ന അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തിലെ ഈ വചനത്തെ എത്രത്തോളം ഗൗരവത്തിൽ, രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരത്ത് നെഞ്ചത്തെടുത്തു വെച്ച് താരാട്ടുപാട്ടുപാടി ഉറക്കുന്ന നമ്മുടെ പൊന്നോമന മക്കളുടെ ദേഹത്ത് അനർഹമായി ഒരുത്തൻ കൈവച്ചെന്നറിഞ്ഞാൽ, അകാരണമായി അവനെ തല്ലി എന്നറിഞ്ഞാൽ, അവനെ വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? ആലോചിച്ചു നോക്കുക. ഓരോ പിതാവും മാതാവും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ മനസ്സും ശരീരവും അടങ്ങിയിരിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ ആലോചിച്ചു നോക്കൂ, ആ മക്കളാണ്, ആ ഭാര്യമാരാണ്, ആ പിതാക്കന്മാരാണ് നരകത്തിൽ കത്തിയെരിയുവാൻ വേണ്ടിയിരിക്കുന്നത്. അവരുടെ തിന്മ നിറഞ്ഞ ജീവിതം കാരണം. പക്ഷേ ഭയപ്പാടില്ല, അതൊക്കെ എത്രയോ അകലങ്ങളിലെ ഒരു ലോകത്തല്ലേ, അത് അന്നു നോക്കാമെന്ന ചിന്തയാണ്. മക്കൾ അധാർമിക ജീവിതം നയിക്കുമ്പോഴും മനസ്സു വേദനിച്ചുകൊണ്ട് അവർക്ക് നന്മയുടെ വഴി പറഞ്ഞു കൊടുക്കാനല്ല, അവർക്ക് തിന്മയുടെ വാതിലുകൾ വീട്ടിൽ തുറന്നിട്ട് കൊടുക്കാനാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത്, നാം ശ്രമിക്കാറുള്ളത്. സഹോദരങ്ങളെ, എല്ലാ ദിവസവും മക്കളുടെ ഭക്ഷണത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ട്, അവരുടെ പഠനത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ട്. ഒരു ദിവസം സ്കൂൾ ഹർത്താലായി, മക്കളുടെ പഠനം എന്താണ്? ഇങ്ങനെ ഹർത്താൽ വന്നാൽ അവരുടെ ഭാവി എന്താകും? അവരുടെ പഠനം നീങ്ങില്ലല്ലോ എന്ന് വേദനിക്കുന്ന, എന്ന് പ്രയാസപ്പെടുന്ന നമ്മൾ ദൈനംദിനം അവരുടെ ജീവിതത്തിലെ അവരുടെ ദീനിനെ കുറിച്ചോർത്ത് വേദനിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മക്കളുടെ കാര്യത്തിൽ നമുക്ക് ആദിയും പ്രയാസവും ഉണ്ട് എങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടതും അതിലേക്ക് കൊണ്ടുവരാനുള്ള ചുറ്റുപാടുകളും ഒഴുക്കേണ്ടതുണ്ട്. പക്ഷേ എന്താ അവസ്ഥ? പലപ്പോഴും ദീനീ വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിലേക്ക് മക്കളെ അയക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകി അതിനുശേഷം ഒഴിവ് സമയമുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞേക്കാമെന്ന് പറയുന്ന ഓരോ മാതാവും പിതാവും ഗൗരവത്തിൽ ചിന്തിക്കണം അവരുടെ പരലോകത്തെ ഭാവിയെക്കുറിച്ച്. ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി വലിയ വലിയ മൊബൈലുകൾ അവരാവശ്യപ്പെടുമ്പോൾ എടുത്തുകൊടുത്ത്, നെറ്റിൻ്റെ കണക്ഷനുകൾ എടുത്തുകൊടുത്ത് തിന്മയുടെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്ന മാതാവും പിതാവും ഗൗരവത്തിലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്.
ചാനലുകൾ ഓരോ ദിവസവും പിറന്നു വീണ് അരങ്ങു തകർക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ കേബിളുകൾ വീട്ടിലേക്ക് വലിച്ചിട്ട് അവർക്ക് തിന്മയുടെ ലോകത്തിലേക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ആലോചിക്കണം, അതിലൂടെ മക്കൾ കേടുവരുന്നതിനെ. താടി വളർത്തി എരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ച് ദീനിയായ അന്തരീക്ഷമുള്ള പുരുഷന്മാരെ മക്കൾക്ക് വേണ്ടി വിവാഹാലോചനയുമായി വരുമ്പോ അതെല്ലാം മറന്ന്, അല്ലെങ്കിൽ ജിൽബാബ് ധരിച്ച് ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് സ്വീകരിച്ച ഒരു പെണ്ണിന് വിവാഹാലോചനവുമായി കടന്നു വരുമ്പോ അതെല്ലാം മറന്ന് ഭൗതികമായി അവന്റെ ജോലിയും അവന്റെ തറവാടിത്തവും അങ്ങനെയതാ ആ രൂപത്തിൽ ഭൗതികത മാത്രം നോക്കി മക്കളെ പിടിച്ചേൽപ്പിക്കുന്ന പിതാക്കന്മാർ, അവരൊക്കെയാണ്, അത്തരം ആളുകളാണ് നമുക്കിടയിൽ വ്യാപകമായുള്ളത് എങ്കിൽ മക്കളുടെ പരലോകമെന്ന ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്ത പിതാക്കന്മാരാണ് നമ്മുടെ കൂട്ടത്തിൽ, മാതാക്കന്മാരാണ് നമ്മുടെ കൂട്ടത്തിൽ എങ്കിൽ ഗൗരവമായി തന്നെ ആലോചിക്കണം. അൻഫുസകും വഅഹ്ലീകും നാറ എന്നതിനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞത് അയഅല്ലിമൂഹു വഅദ്ദിബൂഹു, അവർക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് നിങ്ങൾ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. ആകെ മദ്രസയിലാണ് വരുന്നത്. ആ മദ്രസയാകട്ടെ ശനിയാഴ്ചകളിൽ സ്കൂളുള്ളത് കാരണം ആ ശനിയാഴ്ചയുമില്ല. പിന്നെയുള്ള ഒരു ഞായറാഴ്ച ഒരു ചടങ്ങ് തീർക്കുക എന്നതിനു വേണ്ടി മാത്രം വന്നു പോകുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിനെ കാണുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ കൂട്ടത്തിൽ. സഹോദരങ്ങളെ, അവരുടെ മതപഠനം ദൈനംദിനം നടക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ സെക്കൻഡും അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും അവരെ സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് നല്ല പാത വെട്ടിത്തെളിക്കേണ്ടവരാണ് നമ്മളെന്ന കാര്യം ഗൗരവമായി തന്നെ മനസ്സിലാക്കുക. രണ്ടാമതായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഒരുപാട് തവണ കേട്ടതാണ്. ഇന്ന് പ്രാർത്ഥിച്ചോ, ഇന്നലെ പ്രാർത്ഥിച്ചോ, മിനിയാന്ന് പ്രാർത്ഥിച്ചോ, നാലാന്ന് പ്രാർത്ഥിച്ചോ, കഴിഞ്ഞ ആഴ്ചയിൽ എത്ര വട്ടം പ്രാർത്ഥിച്ചു, കഴിഞ്ഞ മാസത്തിൽ എത്ര വട്ടം പ്രാർത്ഥിച്ചു, കഴിഞ്ഞ വർഷത്തിൽ എത്ര തവണ പ്രാർത്ഥിച്ചു. ഓരോ സെക്കൻഡും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്. ഫാത്തിമ ബീവിയോട് പറയുകയാണ്, മോളെ, നീ നിന്റെ പരലോകത്തെ കാക്കണേ. വാപ്പ എന്തു വേണമെങ്കിലും ദുനിയാവിൽ നിനക്ക് നേടിത്തരാം, പക്ഷെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ വാപ്പാക്ക് സാധ്യമല്ല മോളെ എന്ന് നിരന്തരമായി പറയുമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അവരങ്ങനെയാണ് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. ദുനിയാവിന്റെ മോഹമായിരുന്നില്ല. സഹാബത്തിന്റെ മക്കൾക്ക്, സലഫുകളുടെ മക്കൾക്ക് പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന മക്കളായി അവരൊക്കെയും വളർന്നു വന്നു. പക്ഷെ നമ്മുടെ മക്കൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ, വാപ്പാ എനിക്കൊരു ഖുർആൻ വേണം, വാപ്പാ എനിക്ക് പ്രവാചകന്റെ ജീവിതം പഠിക്കുന്ന സ്വഹീഹ് ബുഖാരി എന്ന ഗ്രന്ഥം വേണമെന്ന് ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര മക്കളാണ് പറഞ്ഞിട്ടുള്ളത്? വാപ്പാ എനിക്ക് സ്വഹീഹ് മുസ്ലിം വേണം, വാപ്പാ അബൂദാവൂദും ഇബ്നു മാജയും നസായിയും വേണം, വാപ്പാ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ വേണം, വാപ്പാ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന ഫാത്തിമ ബീവിയെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വേണം വാപ്പാ എന്ന് എത്ര മക്കളാണ് പറഞ്ഞത്? പക്ഷേ ബയോളജി വേണമെന്ന്, സുയോളജിയുടെ പുസ്തകം വാങ്ങണമെന്ന്, കെമിസ്ട്രിയുടെ പുസ്തകം വാങ്ങണമെന്ന്, ഫിസിക്സിന്റെ പുസ്തകങ്ങൾ വാങ്ങണമെന്ന്, മൊബൈൽ വാങ്ങണമെന്ന്, സൈക്കിൾ വാങ്ങണമെന്ന്, വാഹനങ്ങൾ വാങ്ങണമെന്ന്, പുതിയ വസ്ത്രങ്ങൾ വാങ്ങണമെന്ന് ഒരുപാട് മക്കൾ പലവട്ടം പറഞ്ഞതിന്റെ പേരിൽ പ്രയാസപ്പെട്ടവരാണ് ഇരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പാ സ്വഹീഹുൽ ബുഖാരി ഒന്ന് കൊണ്ടുവാ വാപ്പാ, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയില്ല വാപ്പാ, അതൊന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ എത്ര മക്കളാണ് ഇവിടെയുള്ളത്? ആലോചിച്ചു നോക്കൂ. നമ്മൾ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ദോഷമാണ്. അവരങ്ങനെ ചോദിക്കണമെങ്കിൽ അതിനുള്ള സംസ്കാരങ്ങൾ അവർക്ക് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അത്തരം രൂപത്തിൽ ജീവിച്ച ഒരു പിതാവായിരിക്കണം. പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഞാനേ പഠിച്ചില്ല, എൻ്റെ മോനെങ്കിലും പഠിക്കട്ടെ. അല്ല, ആ വാപ്പ മാതൃകയാകണം. വാർദ്ധക്യത്തിന്റെ ദശകങ്ങളിലെത്തിയിട്ടും എൻ്റെ വാപ്പ ഖുർആൻ പഠിക്കുന്നു, എൻ്റെ വാപ്പ ഹദീസ് പഠിക്കുന്നു, എൻ്റെ വാപ്പ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കും വാപ്പാനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ് എത്ര മക്കളാണ് ഈ സ്കൂളിന്റെ, കോളേജിന്റെ, അറബിക് കോളേജുകളുടെ, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വരാന്തകളിലേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത്?
ജാമിയ നദ്വിയിൽ ഞാൻ പോയ കാലത്ത് ഞാൻ മാത്രമായിരുന്നു പഠിക്കണമെന്ന ആഗ്രഹത്തിൽ പോയത്. ബാക്കി എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിലായിരുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ നിന്നെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടു. അതെ, ബാപ്പ അറുത്തോളൂ എന്ന് പറഞ്ഞത് ബാപ്പ സത്യസന്ധനാണ്, ബാപ്പ അല്ലാഹുവിന്റെ മതമനുസരിച്ച് ജീവിക്കുന്നവനാണെന്ന ഉറച്ച ബോധം ആ കുരുന്നു മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മളെക്കുറിച്ച് മക്കൾക്കുണ്ടാകുമോ? ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് നാം ഗൗരവത്തിൽ കാണണം, പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, എൻ്റെ രക്ഷിതാവേ, സദ്വൃദ്ധരായിട്ടുള്ള മക്കളിൽ നിന്നൊരാളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്, അതാ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, ത്വയ്യിബായ പരിശുദ്ധവാനായ സദ്ഗുണങ്ങളുള്ള സ്വാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് മഹാനായ സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായി വിശ്വാസികളുടെ പ്രാർത്ഥനയും അപ്രകാരമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ. എന്താണ് ആ പിതാവിൻ്റെ പ്രാർത്ഥന? അല്ലാഹുവേ, എൻ്റെ അയൽവാസികൾക്ക്, എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ കുടുംബക്കാർക്ക് ഞാനെന്ന ഭർത്താവ് മാതൃകയാകണം, ഞാനെന്ന പിതാവ് മാതൃകയാകണം. എൻ്റെ ഭാര്യ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ മാതൃകയാകണം, അവൾ ഒരു മാതാവെന്ന നിലയിൽ മാതൃകയാകണം. എൻ്റെ മക്കൾ അടുത്തുള്ള അയൽവാസിയായ ബഷീറിൻ്റെ മക്കൾക്ക് മാതൃകയാകണം. നോക്കൂ, ആ മകനെ നോക്കൂ, എത്ര മാർക്കാണ് അവൻ ഇംഗ്ലീഷിന് വാങ്ങിയത്, അതുകൊണ്ട് നീ പഠിക്കുമോനെ എന്ന് പറയുന്ന മാതൃകയല്ല. നോക്കുമോനെ, അതാ സുബഹിന്റെ സമയമാകുമ്പോ ആ മോനതാ പള്ളിയിലേക്ക് പോവുകയാണ്. ഉറങ്ങിയാണ് നമസ്കരിക്കുന്നത്. കുഞ്ഞുനാളിലെ അവൻ പള്ളിയിൽ പോവുകയാണ്. ബാങ്ക് വിളിച്ചാൽ ഒന്നാമത്തെ സ്വഫിലാണ് നമസ്കരിക്കുകയാണ്. അങ്ങനെ മോനെ, നീ അബ്ദുല്ലാനെ കണ്ടുപഠിക്കുമോനെ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മുടെ മക്കളെന്ന് ഗൗരവമായി ആലോചിക്കണം. അതുകൊണ്ടാണ് വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, മാതൃകയാക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും. ഞാൻ മാത്രമല്ല അവിടെ മാതൃകയാകേണ്ടത്, എൻ്റെ കുടുംബത്തെയും മാതൃകയാക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം, അവർക്ക് പഠിക്കുവാനുള്ള എല്ലാ സൗകര്യവും. എല്ലാ ദിവസവും നീ ഖുർആൻ ഓതിയോ മോനെ എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എത്ര തവണ ചോദിച്ചു നമ്മൾ. ഭക്ഷണം കഴിച്ചോ? അവനൊന്ന് ഭക്ഷണം കഴിക്കാതെ, അവളൊന്ന് ഭക്ഷണം കഴിക്കാതെ ഉണങ്ങിപ്പോയപ്പോ, മോളെ നീ എന്തേ ഭക്ഷണം കഴിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചു കൊടുത്ത മാതാപിതാക്കൾ, മോനെ മോളെ നീ എന്തുകൊണ്ട് ഖുർആൻ ഓതിയില്ല എന്ന് പറയുന്നിടത്തേക്ക് അവിടെ മാതൃകയാകണം. ഖുർആൻ എടുത്തു വെച്ച് ഓതിക്കൊടുത്ത് മാതൃകയാകണം. നമുക്ക് സമയമില്ല, കച്ചവടത്തിൻ്റെ തിരക്കുകളിലാണ്, അതുപോലെയുള്ള തിരക്കുകളിലാണ്. പലപ്പോഴും നമ്മളത് നോക്കൂ, രാവും പകലും എന്ന് വ്യത്യാസമില്ലാതെ കഷ്ടപ്പെടുകയാണ് മക്കളെ വളർത്താൻ. അവരുടെ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി സൗദി അറേബ്യയിലെ ഗൾഫ് നാടുകളിലെ മരുഭൂമിയിൽ അറബിയുടെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങി ആ ചൂടത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോഴും ആ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ലക്ഷ്യം എന്താണ്? മക്കൾ ഭൗതിക ലോകത്ത് നന്നായി ജീവിക്കണം. ഒരു കുറവും ഞാൻ അവന് വെച്ചിട്ടില്ല. നീണ്ട 30 വർഷം എൻ്റെ ജീവിതം അവിടെ വെണ്ണീറായി തീർന്നപ്പോഴും ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മക്കൾ സന്തോഷത്തോടെ വളരണം. എന്തടിസ്ഥാനത്തിൽ, എന്ത് സംസാരമാണത്? ഒരു മുസ്ലിമിന് സംസാരിക്കാൻ പറ്റിയ സംസാരമാണോ അത്? ബാപ്പയില്ല, ബാപ്പ വിദേശത്ത്, ഗതികേട് കൊണ്ട് പോകുന്നതാണ്. ആഡംബരത്തിനും അഹങ്കാരത്തിനും പെരുമ നടിക്കാനും സമ്പാദിച്ചു കൂട്ടാനും പോയി നിൽക്കുന്നവർക്ക് നാശമാണ്, നഷ്ടമാണത്. ജീവിതത്തിൽ ഗതികേട് കൊണ്ട് നിൽക്കുന്നുവെങ്കിൽ ശരിക്കും സമ്മതിക്കാം. സഹോദരങ്ങളെ, ഒരു പിതാവ് മക്കളുടെ കൂടെ നിൽക്കണ്ടേ? അവരെ ആട്ടിത്തെളിക്കുവാൻ ചെറിയ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ വേടൻ അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ചു കൊണ്ടുപോകും, ഒരിടത്തേക്കും അത് വഴുതി പോകാതിരിക്കാൻ.
മക്കളുടെ കൂടെ നിൽക്കേണ്ട കാലഘട്ടത്തിൽ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ രാവിലെ പോകുന്ന മാർക്കറ്റിൽ രാത്രിയിൽ കടന്നു വരുന്നു, മകൻ എവിടെ പോകുന്നു, മകൾ എവിടെ പോകുന്നു, അവളുടെ കയ്യിലെ ടച്ച് മൊബൈലിലൂടെ അവൾ ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നത്, അവൻ ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ആലോചിക്കാൻ സമയമില്ലാതെ പോയാൽ നഷ്ടപ്പെടുന്ന ഒരു ദിവസം ഭൗതിക ലോകത്ത് തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം ഗൗരവത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. മലക്കുകൾ പരലോകത്ത് വെച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി, ആ കുടുംബത്തിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ ലത്തി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെ നീ പ്രവേശിപ്പിക്കണേ. അവരുടെ മാതാക്കളെയും പിതാക്കളെയും സന്തതികളിൽ നിന്നും അവരെ നീ പ്രവേശിപ്പിക്കണേ ആ സ്വർഗലോകത്ത്. മക്കളെ കാര്യം നിരന്തരമായി ശ്രദ്ധിച്ച, ദീനിന്റെ കാര്യം ശ്രദ്ധിച്ച വാപ്പാക്കും ദീനിന്റെ കാര്യം ശ്രദ്ധിച്ച ഉമ്മാക്കും അങ്ങനെ ജീവിച്ച മക്കൾക്കും അല്ലാഹുവേ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ എന്നു അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നേടിയെടുക്കണമെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ ആ രൂപത്തിൽ നാം ആകേണ്ടതുണ്ട്. മക്കളോട് നമസ്കരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മറക്കില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരായത്ത് അതിനുവേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നബിയെ, താങ്കൾ താങ്കളുടെ മക്കളോട് കുടുംബത്തോട് നമസ്കരിക്കുവാൻ കൽപ്പിക്കൂ, അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് നിൽക്കുവാൻ വേണ്ടി കൽപ്പിക്കൂ എന്ന് അല്ലാഹു ഒരായത്തിറക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും മക്കളോട് നിരന്തരമായി നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇസ്മായിൽ നബിയുടെ ചരിത്രം പറയുന്നിടത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതയായി സൂറത്ത് മറിയമിന്റെ 55-ൽ പറയുകയാണ്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത് വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർദിയ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തൻ്റെ ആളുകളോട് കുടുംബത്തോട് നമസ്കരിക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും കൽപ്പിക്കുകയാണ്. അങ്ങനെ കൽപ്പിക്കുന്നു. മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോഴും വാപ്പമാർ പള്ളിയിലേക്ക് വരുന്നു. വാപ്പ ഇറങ്ങിക്കിടക്കുമ്പോൾ മക്കൾ പള്ളിയിലേക്ക് വരുന്നു. ഉമ്മ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ മക്കൾ നമസ്കരിക്കാൻ എഴുന്നേൽപ്പിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ ആകരുത്. നമ്മുടെ കുടുംബം കൃത്യമായി നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കാൻ, നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കാൻ, അതിലുപരി നല്ലൊരു മാതൃകയാകാൻ, ഞാനൊരു നല്ല പിതാവാണ് എന്ന് മാതൃകയാക്കാൻ മക്കൾക്ക് കഴിയണം. അങ്ങനെ ബാപ്പമാർ മക്കൾക്ക് മാതൃകയാകുന്നിടത്തേക്ക് വളർന്നാൽ ആ കുടുംബാന്തരീക്ഷം നന്നായി നിലനിൽക്കും. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളറിയില്ല, ചിതലിങ്ങനെ അരിക്കുന്നത് പോലെ നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഡ്രസ് കോഡുണ്ട്, ഒക്കെയുണ്ട്, നല്ലൊരവസ്ഥയാണ്, ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം ചിതലരിച്ച് ആ വടുവൃക്ഷം മറിഞ്ഞു വീഴുന്നത് പോലെ ഒരു ദിവസം മക്കളെ കാണാതില്ലാതാകും. ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്ന, ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷമുണ്ടാകുമ്പോൾ നിലവിളിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആരെയും വിശ്വസിക്കണ്ട. എല്ലാവർക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധ്യം വരുത്തി കൊടുക്കാൻ എവിടെ വൈജ്ഞാനികമായ സദസ്സുകളുണ്ടോ അവിടെ എൻ്റെ മകളുണ്ടാകണം, എൻ്റെ മകനുണ്ടാകണം എന്ന ഒന്നാമത്തെ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളെ അങ്ങനെ മാതൃകയാക്കി വളർത്തിക്കൊണ്ടുവന്നിട്ട് നമുക്ക് സമൂഹത്തിൻ്റെ മക്കളോട് സംസാരിക്കാം. എന്നാലും വഴിതെറ്റിപ്പോകും. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാല്ലാതെ വേറെ വഴിയില്ല. എന്തായിരുന്നാലും മക്കളുടെ കാര്യത്തിൽ ഗൗരവത്തിൽ തന്നെ നാം കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരെ മതം പഠിപ്പിച്ചും ഓരോ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് അവരിലൂടെ സന്തോഷം നിറഞ്ഞ യാത്രയപ്പ് നമുക്ക് ലോകത്തിലുണ്ടാകും. അള്ളാഹു അത്തരം രൂപത്തിൽ ജീവിച്ച് നല്ലൊരവസ്ഥയിൽ മരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ,
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തെ ഗൗരവത്തിൽ കാണണമെന്ന് എന്നോടും നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നല്ലൊരു കുടുംബം ഉണ്ടാകുവാൻ അതിൻ്റെ ഗൃഹനാഥൻ നിരന്തരമായ ആ കുടുംബത്തിലുണ്ടാകണമെന്നത് അനിവാര്യമായ ഘടകമാണ്. ഒരുപാട് അർത്ഥങ്ങൾ, ആശയങ്ങൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കയറി വന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ എന്താണ് വിജയം, എന്താണ് വിജയം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചുവെക്ക്, വിജയമാണത്. വൽയസ്അക ബൈതുക്, നീ നിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയ്, വിജയമാണത്. വബ്കി അലാ ഖതീഅതിക്, നിന്റെ പാപങ്ങളെക്കുറിച്ചോർത്ത് നീ കരയ്. ഈ 3 ഗുണമുണ്ട് എങ്കിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളും എത്തിപ്പെട്ടു. ആ 3 ഗുണമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. നോക്കൂ, നാവിനെ പിടിച്ചു വെക്കാൻ ഈ 3 കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വൽയസ്അക ബൈതുക്, നീ നിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് വിജയമായി പഠിപ്പിക്കുകയാണ്. രാത്രി 12 മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്ന അവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. കുടുംബത്തോടും മക്കളോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ വീട്ടിൽ നിൽക്കൽ അനിവാര്യമാണ്. തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന അങ്ങാടികളിലും കവലകളിലും സമയം ചെലവഴിക്കാതെ വേഗത്തിൽ ആവശ്യം നിറവേറ്റി വീട്ടിലേക്ക് വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ പ്രവാചകൻ ഒന്നിൽ പള്ളിയിൽ, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ ദഅവത്തിനു വേണ്ടിയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അങ്ങാടിയിൽ പുറത്ത് അല്പസമയം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലാഹുവേ, അല്ലാഹുവിൻ്റെ പള്ളിയിൽ ഞാൻ അധിക നേരമായല്ലോ പോയിട്ട്, പ്രവാചകൻ വേഗം പള്ളിയിലേക്ക് ഓടി വരും. പള്ളിയിൽ നിൽക്കുമ്പോൾ അല്ലാഹുവേ, എൻ്റെ ഭാര്യമാരോടൊപ്പം ഞാൻ ജീവിതം പങ്കിടേണ്ടവനാണല്ലോ, ഓടി വീട്ടിലേക്ക് പോകും. അങ്ങനെ വീടുമായി നിരന്തര ബന്ധം പുലർത്തിയ ആ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് മാതൃകയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ നമ്മുടെ സമയങ്ങൾ വീട്ടിൽ കഴിച്ചുകൂട്ടുവാൻ പലപ്പോഴും പുറത്ത് നാം അനാവശ്യമായി ചെലവഴിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നോക്കൂ, തിന്മ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് മക്കളുടെ കൂടെ നിന്ന്, മക്കളുടെ കൂടെ കളിച്ച്, അവർക്ക് വേണ്ടി ഖിദ്മത്തെടുത്ത്, ഭാര്യയെ സഹായിച്ച്, മാതാപിതാക്കൾക്ക് ശുശ്രൂഷകൾ നൽകി ആ കുടുംബത്തിൻ്റെ കൂടെ നിരന്തരം കഴിയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് അതിൽ നിന്ന് സൂചന നൽകുകയാണ്. അങ്ങനെയൊന്നില്ലാത്തത് കൊണ്ടല്ലേ, അങ്ങനെ ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ടല്ലേ ഒരുപാട് വർത്തമാനങ്ങൾ പത്രത്താളുകളിലൂടെ വായിക്കേണ്ടി വരുന്നത്. പിതാവില്ല, ജോലിക്ക് പോയി, മാതാവും അതുപോലെയുള്ള അവസ്ഥകളിൽ ബിസിയായിപ്പോയി, മക്കൾ വീട്ടിൽ ഒറ്റക്കാണ്, അവരാരോടൊപ്പമാണ് ഫോണിൽ ചാറ്റ് ചെയ്യുന്നത്, അവരുടെ അടുത്തേക്ക് ആരൊക്കെയാണ് കടന്നു വരുന്നത്, യാതൊരു വിവരവുമില്ല. സ്വതന്ത്രമായി തുറന്നിട്ടിരിക്കുന്ന വീടിന്റെ മുറികളിലൂടെ കടന്നു പോകാൻ ആ ശത്രുക്കൾ, ആ ഇരുട്ടിന്റെ ശക്തികൾ കടന്നു വരും. അങ്ങനെ അവിടെ തിന്മകളുടെ ലോകം വളർന്നു വരികയാണ്. മക്കളുടെ ആ ഒറ്റക്കുള്ള ജീവിതം അപകടമാണ്. അതുകൊണ്ട് മക്കളോട് നിരന്തരമായി തുറന്ന് സംസാരിക്കുകയും അവരുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ഭാര്യയോടൊപ്പം കഴിച്ചുകൂട്ടുകയും മാതാപിതാക്കളോടൊപ്പം കഴിച്ചുകൂട്ടുകയും അങ്ങനെ കൂടിച്ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പമുണ്ടാകും. ഒരിക്കലും കാണാത്ത 2 പേർ തമ്മിൽ എന്തെങ്കിലും സ്നേഹമുണ്ടാകുമോ? ഒരിക്കലും കാണാത്ത ഏതെങ്കിലും നിലക്കൊരു ബന്ധം വേണം. ഏതെങ്കിലും നിലക്ക് ഒന്നുകിൽ ഫോണിലൂടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അടുത്ത് നിന്നുകൊണ്ട്. അങ്ങനെ വരുമ്പോഴേ സ്നേഹമുണ്ടാകും. ആ സ്നേഹാന്തരീക്ഷങ്ങൾ തകർക്കപ്പെടും എപ്പോൾ? നാം നിരന്തരമായി കുടുംബങ്ങളിൽ ഇല്ലാതെയാകുമ്പോൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വിജയമാണ്. എന്ത് വിജയമാണ്? നീ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്നത് വിജയത്തിൻ്റെ വലിയ ഒരു മാതൃകയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം ഗൗരവത്തോടുകൂടി കുടുംബ ജീവിതങ്ങളിൽ ഇടപെടുക വലിയൊരു മസ്ഊലിയത്താണ്. ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ അടുക്കൽ. അവിടെ അള്ളാഹുവേ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ മക്കൾക്ക് ദീനെത്തിച്ചു കൊടുത്തു, എൻ്റെ കുടുംബത്തിന് ദീനെത്തിച്ചു കൊടുത്തു. നമ്മുടെ ഭാര്യമാർ, വീട്ടിലെ സ്ത്രീകൾ, അവർ വീട്ടിൽ ചോറ് വെച്ച് കറി വെച്ച് അവരുടെ ജീവിതം അങ്ങനെ അവസാനിക്കുകയാണ്. അവർക്ക് പഠിക്കുവാൻ, ഖുതുബകൾ കേൾക്കുവാൻ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ വന്നുകൊണ്ട് അവർ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ നുകരുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ 1000 മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് മതം പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അത്തരം ദീനിൻ്റെ കേന്ദ്രങ്ങളിൽ, വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിൽ അവർക്കും സാന്നിധ്യം എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ മതം പഠിച്ചും പരസ്പരം ഉപദേശിച്ചും സ്നേഹത്തോടെ കൂടി കഴിച്ചു കൂട്ടുമ്പോൾ നല്ലൊരു കുടുംബാന്തരീക്ഷമുണ്ടാകും. ഇന്ന് ഒരു കണക്ഷനുമില്ല. വാപ്പ ഇവിടെയുണ്ട്, ഉമ്മ അപ്പുറത്തുണ്ട്, മക്കളിപ്പുറത്തുണ്ട്. എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്, മൊബൈലിൻ്റെ ലോകത്താണ്. വലിയ വലിയ അതിർവരമ്പുകൾ അവർക്കിടയിൽ തീർക്കപ്പെട്ടിരിക്കുന്നു. അത് പൊട്ടിച്ചെറിയാൻ പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. ആ അവസ്ഥകൾ ജീവിതത്തെ താറുമാറാക്കും. അങ്ങനെ താറുമാറാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദാരുണമായ വർത്തമാനങ്ങൾ നാളെ ഒരു പത്രത്താളുകളിൽ വരില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഗൗരവത്തോടുകൂടി ജീവിതത്തിൽ ഇടപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ മതം ശരിക്കുള്ള രൂപത്തിൽ പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് പ്രബോധനം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ധനം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം. ചിലവഴിക്കുന്നത് ഇൻഷാ അല്ലാഹ് നാം കണ്ടുമുട്ടുന്ന ഒരു ലോകമുണ്ട്. അന്നൊരു പക്ഷേ ഒരുപാട് വട്ടം കേൾക്കുന്നത് ഈ ഒരു സംസാരമായിരിക്കും: പടച്ചോനെ, സമ്പത്ത് ചിലവഴിക്കാൻ പറഞ്ഞിട്ട് ചിലവഴിക്കാത്തവനായി ഇന്നതാ എനിക്കൊരു പ്രതിഫലവും കാണാൻ കഴിയുന്നില്ലല്ലോ നാഥാ എന്ന് ഖേദിക്കേണ്ടി വരരുത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു ധനം നിരന്തരമായി അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക. ഏറ്റവും പുണ്യമാണ് അള്ളാഹുവിൻ്റെ പള്ളികൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുക എന്നത്. അതുകൊണ്ട് ഈ പള്ളിയുടെ നടത്തിപ്പ് ഒരുപാട് വൈജ്ഞാനികമായ ക്ലാസ്സുകളും ഒരുപാട് ഇബാദത്തുകളും നടക്കുന്ന, സുന്നത്തനുസരിച്ച് നടക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പള്ളിയുടെ നിലനിൽപ്പിന് ആവശ്യമായ സമ്പത്ത് നമ്മളെല്ലാവരും നൽകണം. നമുക്ക് വേണ്ടിയാണിതെല്ലാം എന്ന് നാം ഗൗരവത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിൽ പിശുക്കില്ലാതെ റബ്ബിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ കൈപിടിച്ച് കുടുംബത്തോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സ്വഹാബത്തിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗലോകത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനുള്ള മഹാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഷ്ടപ്പെടുന്ന, പ്രയാസമനുഭവിക്കുന്ന, ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും രോഗവും കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവശേഷിക്കുന്ന മണിക്കൂറുകൾ അല്ലാഹുവിനു വേണ്ടി ജീവിച്ച് തീർക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ, സിറാത്ത് എന്ന പാലം അതിവേഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന്, പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ارحم موتانا وموتى المسلمين. اللهم آمنا في أوطاننا وأصلح أئمتنا وولاة أمورنا وجميع ولاة أمور المسلمين يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.